Hi all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3-phase സെമി കൺവേർട്ടർ വിത്ത് RLE ലോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 3-phase സെമി കൺവേർട്ടർ വിത്ത് RLEയുടെ ആൽഫ ഈക്വൽ ടു 0 ഡിഗ്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആൽഫ ഈക്വൽ ടു 15 ഡിഗ്രി ആകുമ്പോൾ എന്താണ് ചേഞ്ച് വരാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുന്നതിൽ യാതൊരു ചേഞ്ചും ഇല്ല. കാരണം ഡയോഡുകൾ ആൽഫയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഡയോഡിന്റെ ടേൺ ഓൺ ടേൺ ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഡയോഡുകൾ നേരത്തെ കണ്ടക്ട് ചെയ്തതുപോലെ തന്നെയാണ് ഏതൊരു ആൽഫയിലും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഡയോഡ് D1 എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? ഫേസ് എയിലുള്ള വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. ഫേസ് ബിയിലുള്ള വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. ഫേസ് സിയിലുള്ള വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് D3 കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി തൈറസ്റ്റേഴ്സ് ആൽഫയ്ക്ക് അനുസരിച്ച് ട്രിഗർ ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന ഇൻസിഡന്റുകൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ആൽഫ 15 ഡിഗ്രി ആണെങ്കിൽ തൈറസ്റ്റർ T1 ഏത് ഇൻസിഡന്റിലാണ് കണ്ടക്ട് ചെയ്യുക? 30 + 15 ഡിഗ്രി, അതായത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയിലാണ് തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയ തൈറസ്റ്റർ T1 45 ഡിഗ്രിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 45 ഡിഗ്രിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്തു? 120 ഡിഗ്രി കണ്ടക്ട് ചെയ്തു. അപ്പൊ T1 കണ്ടക്ട് ചെയ്ത് അവസാനിച്ചതിന് ശേഷം ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി? T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. T2 120 ഡിഗ്രി കണ്ടക്ട് ചെയ്തു. T2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആര് കണ്ടക്ട് ചെയ്തു? T3 കണ്ടക്ട് ചെയ്തു. T3 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി? T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇതില് ആൽഫ വരുന്ന സമയത്ത് തൈറസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ഡയോഡിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ആദ്യം തന്നെ എന്താ ഉള്ളത്? ഇവിടെ T1 ഉം D2 കണ്ടക്ട് ചെയ്യുന്ന ഇൻസിഡന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് മുന്നത്തെ ഇൻസിഡന്റ് നമുക്ക് അതിന് ശേഷം വരയ്ക്കാം. അപ്പൊ T1 ഉം D2 കണ്ടക്ട് ചെയ്യുമ്പോൾ T1 ആയതുകൊണ്ട് A, D2 ആയതുകൊണ്ട് B. ഓക്കെ, അപ്പൊ VAB എന്നുള്ള വേവ് ഫോമിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് VAB എന്നുള്ള വേവ് ഫോമിൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഇതാണ് നമ്മുടെ VAB എന്നുള്ള വേവ് ഫോം, ഇതാണ്. ഓക്കെ, സോ VABയിൽ ഈ ഡോട്ടഡ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഈ ഒരു പോയിന്റും ഈ ഡോട്ടഡ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ്. ഈ രണ്ട് പോയിന്റും നമുക്ക് കിട്ടി. ഈ രണ്ട് പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബോൾഡ് ആയിട്ട് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ഇനി അടുത്ത കണ്ടക്ഷൻ വരുന്നത് എന്താണ്? T1 ഉം D3 ആണ് അല്ലെ. അപ്പൊ ഇത്രയും ഇൻസിഡന്റ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? T1 ഉം D3. T1 എന്ന് പറയുമ്പോൾ A, D3 എന്ന് പറയുമ്പോൾ C. ഓക്കെ, അപ്പോ VABന്റെ വേവ് ഫോം ആണിത്. VACയുടെ വേവ് ഫോം ഇതാണ്. VACയുടെ വേവ് ഫോം. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റ് VACന്റെ ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് VACക്ക് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റ് ആണ് ടച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അടുത്ത VAC എന്നുള്ള വേവ് ഫോം അടുത്തത് വരച്ചു. ഓക്കെ, ഇനി നമുക്കുള്ളത് T2 ഉം D3. T2 ഉം D3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? T2 ഉം D3 കണ്ടക്ട് ചെയ്യുമ്പോൾ T2 എന്ന് പറയുമ്പോൾ VB, D3 എന്ന് പറയുമ്പോൾ VB യും C യും, D3 എന്ന് പറയുമ്പോൾ C. ഓക്കെ, സോ VBCയിൽ എവിടെയൊക്കെയായി ഡോട്ടഡ് ലൈൻസ് ടച്ച് ചെയ്തിട്ടുള്ളത്? VBC എന്നുള്ള വേവ് ഫോം ഇതാണ്. VBC എന്നുള്ള വേവ് ഫോം. അപ്പോൾ അത് ഈ പോയിന്റിലും ഈ പോയിന്റിലും ടച്ച് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതും ഡാർക്ക് ആക്കി. ഓക്കെ, സോ ഇത് ഇത്രയും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. പിന്നെ ഇവിടെയാണ് എത്തി നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ആൽഫ ഈക്വൽ ടു 15 ഡിഗ്രി 15 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഒരു സംശയം തോന്നും. നിങ്ങൾ നോക്കിയേ, ഇവിടെ VAB കുറച്ച് ഇൻസ്റ്റന്റേ ഉള്ളൂ, പക്ഷെ VAC എന്തുണ്ട്? കുറച്ച് കൂടുതൽ ഇൻസ്റ്റന്റ് ഉണ്ട്. അതുപോലെ VBC ചെറിയ ഇൻസ്റ്റന്റേ ഉള്ളൂ. VBA എന്തുണ്ട്? കുറച്ചും കൂടി കൂടിയ ടൈമിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. കുറച്ചും കൂടി കൂടുതൽ സമയമുണ്ട് VBA. അതുപോലെ VCA കുറച്ചേ ഉള്ളൂ, VCB കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വേവ് ഫോം ആദ്യം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഇത് തന്നെയാണോ, ശരിയാണോ, തെറ്റാണോ? പക്ഷെ ശരിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇവിടെ T1 ഉം D2 ഉം കണ്ടക്ട് ചെയ്യുന്നത് ഇത്ര സമയമേ ഉള്ളൂ. പക്ഷെ T1 ഉം D3 കണ്ടക്ട് ചെയ്യുന്നത്, അതായത് T1 ഉം D3 കണ്ടക്ട് ചെയ്യുന്ന T1 ഉം D2 ഉം കണ്ടക്ട് ചെയ്യുന്ന ഇൻസിഡന്റിനേക്കാൾ കൂടുതൽ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? T1 ഉം D3 ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ ഈക്വൽ 15 ഡിഗ്രിന്റെ വേവ് ഫോംസ് ആയി. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സോഴ്സ് കറണ്ട് IA, IB, IC വരയ്ക്കാം. IA, IB, IC നമ്മൾ എങ്ങനെയാ വരയ്ക്കേണ്ടത്? 3-phase ഫുൾ കൺവേർട്ടർ ഡിസ്കസ് ചെയ്ത സെയിം പോലെ തന്നെ ഇവിടെയും വരയ്ക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ആൽഫ ഈക്വൽ 15 ഡിഗ്രി. ഇനി നിങ്ങൾ നോക്കിയാൽ ആൽഫ ഈക്വൽ 60 ഡിഗ്രി. ആൽഫ ഈക്വൽ 60 ഡിഗ്രിയിൽ എന്താ സംഭവിക്കണേ? ആൽഫ ഈക്വൽ 60 ഡിഗ്രി തൈറസ്റ്റർ T1 എവിടുന്ന കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്? T1 60 + 30. 30 + 60 എത്രയാണ്? 30 + 60 = 90 ഡിഗ്രി. അപ്പോൾ T1 എന്താണ്? 90 മുതലാണ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. 90 മുതൽ ഒരു 100 ഡിഗ്രി T1 കണ്ടക്ട് ചെയ്യും. T1 കണ്ടക്ട് ചെയ്തതിനു ശേഷം T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. T2 കണ്ടക്ട് ചെയ്തതിനു ശേഷം T3 കണ്ടക്ട് ചെയ്യും. T3 കണ്ടക്ട് ചെയ്തതിനു ശേഷം വീണ്ടും T1 മുന്നേ T3. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇത്രയും സമയം ആരാ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ഇത്രയും സമയം T1 ഉം D3 ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ T1 ഉം D3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, T1 ഉം D3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക? T1 ആയതുകൊണ്ട് VA, D3 ആയതുകൊണ്ട് C. അപ്പൊ VAC എന്നുള്ള വേവ് ഫോം.
ഇതാണ് നമ്മുടെ വി എ സി എന്നുള്ള വേവ് ഫോം അല്ലെ. അപ്പോൾ വി എ സി എന്നുള്ള വേവ് ഫോമിൽ ഡോട്ടഡ് ലൈൻ ആദ്യം ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ ഡോട്ടഡ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? വി എ സിനെ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും പോർഷൻ അങ്ങ് ഡാർക്ക് ചെയ്യുക. ഓക്കെ, ഡാർക്ക് വരച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി T2 D1 എന്ന് പറയുമ്പോൾ T2 എന്ന് പറയുമ്പോൾ വി ബി, D1 എന്ന് പറയുമ്പോൾ എ അല്ലെ. T2 D1 കണക്ട് ചെയ്യുമ്പോൾ വി ബി എ ആയിരിക്കും വോൾട്ടേജ് വരിക. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ വി ബി എനെ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഇതാണ് നമ്മുടെ വി ബി എന്നുള്ള ലൈൻ, വി ബി എന്നുള്ള വേവ് ഫോം. സോ ഇവിടെയാണ് വി ബി എനെ ടച്ച് ചെയ്തിട്ടുള്ളത്, ഇവിടെ ആണ് അടുത്ത ടച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ വി എ സി എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും വരച്ചിട്ടുണ്ട്, ഈ ഒരു ഇൻസ്റ്റന്റിൽ വി ബി എയും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഇൻസ്റ്റന്റിൽ വി ബി എയും വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് വി എ സി കഴിഞ്ഞിട്ട് അടുത്തെന്താ വരുന്നത്? വി ബി എ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡാർക്ക് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തതിൽ വി സി ബി വരും. ഓക്കെ, അതിനിടയ്ക്കുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡാർക്ക് പോർഷൻ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ഒരു ഓർഡറിൽ വ്യത്യാസമൊന്നുമില്ല. വി എ ബി, വി എ സി, വി ബി സി ഈ ഓർഡർ തന്നെയാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം നിങ്ങൾ നോക്കിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോമിൽ വി എ ബി കഴിഞ്ഞ് വി എ സി ആ ഓർഡർ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഏതൊക്കെ ഡിവൈസുകളാണോ കണ്ടക്ട് ചെയ്യുന്നത് ആ ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് ലൈൻ വോൾട്ടേജ് ആണോ ബോൾഡ് ആക്കി വരയ്ക്കേണ്ടത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ T1 ഉം D3 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി എ സി എന്നുള്ള വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് വി എ സി ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? T2 ഉം D1 ഉം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വോൾട്ടേജാണ് കിട്ടുന്നത്? T2 ഉം D1 ഉം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എ സി എന്നുള്ള വോൾട്ടേജ് കഴിഞ്ഞാൽ ശരിക്കും എന്താ വരുന്നത് അല്ലെ? അതായത് വി എ ബി പിന്നെ വി എ സി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വോൾട്ടേജ് എന്താ വരുന്നത്? വി ബി സി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്? വി എ ബി വി എ സി അല്ലെ. വി എ സി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നോർമലി പഠിക്കുന്ന എന്താണ്? വി ഡി സി ആണ് വരുന്നത് അല്ലെ. പക്ഷെ അതിന് പേര് എന്താ വരുന്നത്? വി ബി എ ആണ് ഇവിടെ വന്നിട്ടുള്ള വോൾട്ടേജിന്റെ വേവ് ഫോം. ബിക്കോസ് അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏത് ഡിവൈസ് ആണോ കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബോൾഡ് ആക്കി വരയ്ക്കേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ ഓർഡറിൽ വി എ ബി, വി എ സി, വി ബി സി, വി ബി എ, വി സി എ ഓർഡറിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡാർക്ക് ചെയ്യാൻ പാടില്ല. ഏതൊക്കെ ഡിവൈസുകളാണോ കണ്ടക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണത്? കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജിന് ഡാർക്ക് ചെയ്യാൻ. T1 D3 ആണെങ്കിൽ വി എ സി, ഇവിടെ അടുത്തത് T2 D1 ആണെങ്കിൽ വി ബി എ ഡാർക്ക് ചെയ്യണം. T3 D2 ആണെങ്കിൽ വി സി ബി ഡാർക്ക് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഓർഡറിലല്ല നമ്മൾ, അതായത് ലൈൻ വോൾട്ടേജ് വരച്ച് വി എ ബി, വി എ സി, വി ബി സി, വി ബി എ, വി സി എ ഈ ഓർഡറിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ലൈൻ വോൾട്ടേജിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? ഏതൊക്കെ ഡിവൈസുകളാണോ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ മാർക്ക് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ലൈൻ വോൾട്ടേജിലാണെങ്കിൽ കൂടി ഏതൊക്കെ ഡിവൈസുകളാണോ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ആൽഫ ഈക്വൽ ടു 16 ഡിഗ്രി 60 ഡിഗ്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആൽഫ ഈക്വൽ ടു 120 ഡിഗ്രി നിങ്ങൾ നോക്കിയേ. ആൽഫ ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ തൈറസ്റ്റർ T1 എവിടുന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങണം? തൈറസ്റ്റർ T1 30 പ്ലസ് ആൽഫ അല്ലെ. 30 പ്ലസ് 120 എന്ന് പറയുമ്പോൾ 150 ഡിഗ്രിയിലാണ് ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയുള്ളത്? തൈറസ്റ്റർ T1. 150 മുതൽ 120 ഡിഗ്രി, 150 പ്ലസ് 120 എത്രയാണ്? 270 ഡിഗ്രി ആര് കണ്ടക്ട് ചെയ്യും? T1 കണ്ടക്ട് ചെയ്യും. T1 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും? T2 കണ്ടക്ട് ചെയ്യും ഒരു 120 ഡിഗ്രി. T2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആര് കണ്ടക്ട് ചെയ്യും? T3 കണ്ടക്ട് ചെയ്യും ഒരു 120 ഡിഗ്രി. T3 കണ്ടക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആര് കണ്ടക്ട് ചെയ്യും? T1 കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടക്ഷൻ ഗേറ്റ് നമ്മളെ തൈറസ്റ്റേഴ്സിന്റെ കണ്ടക്ഷൻ നടക്കുന്നത് അറ്റ് ആൽഫ ഈക്വൽ ടു 120 ഡിഗ്രി. നമുക്കറിയാം ഡയോഡുകളുടെ കണ്ടക്ഷന് എന്തില്ല? യാതൊരു മാറ്റമില്ല. നേരത്തെ പോലെ തന്നെയാണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്? ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ T1 ഉം D3 അല്ലെ. T1 ഉം D3 വരുന്ന സമയത്ത് നമുക്ക് ഏതാ വോൾട്ടേജ് വരിക? T1 എന്ന് പറയുമ്പോൾ ഫേസ് എ, D3 എന്ന് പറയുമ്പോൾ സി അല്ലെ. അപ്പൊ വി എ സി എന്നുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഡാർക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ വി എ സി, ഇത് വി എ ബി, ഇതാണ് വി എ സി അല്ലെ. അപ്പൊ വി എ സിന്റെ വേവ് ഫോം ഇതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒരു ഡാർക്ക് ബോൾഡ് ആക്കി വരയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണുള്ളത്? T1 ഉം D1 ഉം ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക? ഒരു ലെഗിലുള്ള രണ്ട് സ്വിച്ചുകൾ ഒരുമിച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക? 0 വരും. ഓക്കെ, ഇനി വീണ്ടും അടുത്തത് ഈ ഇൻസ്റ്റന്റ് ആരാണ്? T2 ഉം D1 ഉം എന്ന് പറയുമ്പോൾ T2 എന്ന് പറയുമ്പോൾ വി ബി,
D1 എന്ന് പറയുമ്പോൾ A. അപ്പൊ VBA നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ VBA രണ്ട് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വരയ്ക്കണം. ഇത് രണ്ടുമാണ്. അത് ബോൾഡ് ആക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റും നമ്മൾ കോൺടാക്ട് ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വരാം, ഔട്ട്പുട്ട് വോൾട്ടേജ് വരാം. ഇനി നമ്മൾ സോഴ്സ് കറണ്ട് വരയ്ക്കാന്ന് വിചാരിക്കുക. സോഴ്സ് കറണ്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റന്റിൽ ആരാ ഉള്ളത്, നമുക്ക് വോൾട്ടേജ് VCB ആണുള്ളത് അല്ലെ. ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്കുള്ളത് എന്താണ്, VCB ആണുള്ളത്. അപ്പോൾ സോഴ്സ് കറണ്ട് C എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതിനുശേഷം എന്താണുള്ളത്, 0 ആണുള്ളത്. 0 ആവുന്ന സമയത്ത് സോഴ്സ് കറണ്ട് ഉണ്ടാവോ, വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ അവിടെ ആരാ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ഇൻസ്റ്റന്റിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്, T3യും അതുപോലെ തന്നെ D3യും ആണ് അല്ലെ. T3യും D3യും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, പാത്ത് ഈ കാണിച്ചുള്ള രീതിയിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പൊ സോഴ്സ് കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ സോഴ്സ് കൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ഫേസ് സിയിലുള്ള കറണ്ട് എന്തായിരിക്കും വരിക, 0 ആണ് വരിക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. നമ്മൾ ഇവിടെ ഉള്ള വോൾട്ടേജ് എന്താണ്, ഇവിടെ ഉള്ള വോൾട്ടേജ് VCB ആണ്. സോ ഫേസ് സിയിലെ കറണ്ട് എന്താണ്, പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്, 0 ആണ്. ഓക്കെ, വോൾട്ടേജ് എന്താണ്, 0 ആണ്. അത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ലെഗിലെ രണ്ട് സ്വിച്ചുകളാണ് കണ്ടക്ട്. സോ സോഴ്സ് കൂടെ ഫേസ് സിയിൽ കൂടെ ഉള്ള കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. പിന്നെ അടുത്ത എന്താണ് ഉള്ളത്, അടുത്ത വോൾട്ടേജ് എന്നാണ് വന്നിട്ടുള്ളത്, അടുത്ത വോൾട്ടേജ് ഇവിടെ മുതൽ ഇവിടെ വരണം അല്ലെ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വോൾട്ടേജ് എന്താണ്, VAC അല്ലെ. VAC എന്ന് പറയുന്ന സമയത്ത് ഫേസ് സിയിൽ കൂടെയുള്ള കറണ്ട് എന്താ വരിക, നെഗറ്റീവ് ആണ് വരിക അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ഫേസ് സിയിലെ കറണ്ട് ഒന്ന് വരച്ചു വെക്കാലോ. ഫേസ് സിയിലെ കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇത്രയും പോർഷൻ നമുക്ക് എന്താ വരുന്നത്, VCB എന്നുള്ള വോൾട്ടേജ് വരുന്നത്. VC എന്ന് ബിയിലോട്ട് ആയതുകൊണ്ട് ഫേസ് സിയിലെ കറണ്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. ഫേസ് സിയിലെ കറണ്ട് എന്താ വരിക, ഫേസ് സിയിലെ കറണ്ട് പോസിറ്റീവ്. ഓക്കെ, ഇനി ഇത്രയും പോർഷനിൽ എന്താണ്, വോൾട്ടേജ് 0 ആണ്. സോ ഒരു ലെഗിലെ രണ്ട് സ്വിച്ചുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ വോൾട്ടേജ് എന്താ വരിക, കറണ്ട് എന്താ വരിക, ഫേസ് കറണ്ട് IC എന്താ വരിക, 0 ആണ് വരിക. ഇനി ഈ ഒരു പോർഷൻ നോക്കുക, ഈ ഒരു പോർഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, വോൾട്ടേജ് എന്താണ് വരുന്നത്, VAC ആണ്. VAC എന്ന് പറയുമ്പോൾ എയിൽ നിന്നും സിയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഫേസ് സിയിലെ കറണ്ട് എന്താ വരിക, നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കേണ്ടത്, നമ്മുടെ സോഴ്സിലുള്ള ഫേസ് കറണ്ട്സ് IA-യും IB-യും IC-യും വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മൾ ഡിഫറെന്റ് ആൽഫയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓരോ ആൽഫയ്ക്ക് 15, 60, 120 ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് വേണം, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അത് ഏറ്റവും നല്ലത് എന്താണ്, ആൽഫയ്ക്കുള്ള 60 ഡിഗ്രി. ആൽഫയ്ക്കുള്ള 60 ഡിഗ്രിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ വരുന്നത് അല്ലെ. അപ്പൊ ആൽഫയ്ക്കുള്ള 60 ഡിഗ്രി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നമുക്ക് ഇതാണ് നമ്മളൊരു ടൈം പീരീഡ് അല്ലെ. ഈ ഒരു സംഭവമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോണത്. ഈ ഒരു വേവ് ഫോമാണ് റിപ്പീറ്റ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കാം അല്ലെ. ഈ ഒരു വേവ് ഫോമാണ് റിപ്പീറ്റ് ചെയ്ത് പോണത്. അപ്പൊ ഇതിലൊരു ടൈം പീരീഡ് എത്രയാണ്, 30, 60, 90, 120 ഡിഗ്രി. അപ്പൊ 1 എത്രയാണ്, 2π/3 ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ഇന്റഗ്രേറ്റ് ചെയ്യണം, 5/6 പ്ലസ് ആൽഫ, 30 പ്ലസ് ആൽഫ മുതൽ ഇത് ഈ പോയിന്റ് എത്രയാണ്, 210 അല്ലെ. 210 എന്ന് പറഞ്ഞാൽ 7π/6. ഓക്കെ, ഇനി ഈ ഒരു VAC-ന്റെ വേവ് ഫോമിന്റെ ഇക്വേഷൻ എഴുതണം. VAC എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, √3Vm. ഓക്കെ, കാരണം ലൈൻ വോൾട്ടേജ് ആണ്, √3Vm സൈൻ. ഇത് എത്ര ഡിഗ്രിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക നിങ്ങൾ. ഇത് 0 കഴിഞ്ഞിട്ട് 30 ഡിഗ്രിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ √3Vm സൈൻ ωt മൈനസ് 5/6. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് കിട്ടുക, 3√3Vm/2π into 1 plus cos alpha. ഓക്കെ, അപ്പൊ ഈ Vm എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേസ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് എഴുതാം, 3Vm/2π into 1 plus cos alpha എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ Vm എന്താണ്, ലൈൻ വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഫിഗറും കൂടി ഉണ്ട്. നമുക്ക് 3 phase സെമി കൺവെർട്ടർ വിത്ത് RLE ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നേരത്തെ സെയിം കാര്യങ്ങൾ പോലെ തന്നെയാണ് വരിക. പക്ഷെ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വരുള്ളൂ. ആൽഫ ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി ആവുന്ന സമയത്ത് T1 D1 ഒരു ലെഗിലെ രണ്ട് സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ഉണ്ടല്ലോ. ഈ ഇൻസ്റ്റന്റുകളൊക്കെ ആര് കണ്ടക്ട് ചെയ്തോളും, ഈ ഇൻസ്റ്റന്റുകളൊക്കെ T1 D1 പോലെ ആര് കണ്ടക്ട് ചെയ്യും, ഫ്രീ വീലിംഗ് ഡയോഡ്. ഇവിടെ T3 D3ക്ക് പകരം ഇവിടെ ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇവിടെ T1 D1 പകരം വീണ്ടും ആര് കണ്ടക്ട് ചെയ്യും, ഫ്രീ വീലിംഗ് ഡയോഡ്. T2 D2 പകരം ആര് കണ്ടക്ട് ചെയ്യും, ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ പഠിച്ചതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺവെർട്ടറിന് ഓപ്പറേറ്റ് ചെയ്യാം. സോ 3 phase സെമി കൺവെർട്ടർ ഫ്രീ വീലിംഗ് ഡയോഡ് വെക്കുന്ന സമയത്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ എന്താണ് ആപ്ലിക്കബിൾ ആണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഇൻപുട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ആവും, ലോഡ് കറണ്ട് വേവ് ഫോം ഇംപ്രൂവ് ആവും, അതുപോലെ ലോഡ് പെർഫോമൻസ് ബെറ്റർ ആവും, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഓവറോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും.